ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 19-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ CM സാറിന്റെ ആ പിഞ്ചു മുഖം കണ്ടിട്ട് എങ്ങനെയാണ് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും ഒക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? വിശന്നപ്പോൾ അല്പം ഭക്ഷണമല്ലേ അദ്ദേഹം കഴിച്ചുള്ളൂ? ഇദ്ദേഹം തമാശ പറയുവാണോ അതോ സഹതാപം പിടിച്ചു പറ്റാൻ നോക്കുവാണോ, അതോ താൻ വെറും ഒരു നിഷ്കളങ്കനാണെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനുള്ള ശ്രമമാണ്? ഇത്രയൊക്കെ നമ്മുടെ VD സാർ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം അവിടെ ചിക്കൻ കാലും കടിച്ചു പിടിച്ച് വിരുന്നും കൂടി കടകളുടെ ഉദ്ഘാടനം നടത്തിയ സമയത്ത് കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും കൂടെ നിങ്ങൾ കാണും. അങ്ങ് നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അതിനുശേഷം അങ്ങ് 2 പരിപാടി പങ്കെടുത്തു. അതിലൊന്ന് ലോസ് റോഞ്ചിൽ നടന്നൊരു പരിപാടിയാണ്. അതിനുശേഷം അങ്ങ് ഒരു പരിപാടിയിൽ പങ്കെടുത്തു, കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ. ആ പരിപാടിയെക്കുറിച്ചാണ് മാധു നേരത്തെ സൂചിപ്പിച്ചത്. ഏതാ കടയുടെ പേരെന്നറിയാമോ? ബൈ മീ കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. ആ സമയത്ത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട്ടുമായിട്ട് 3 കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണ് മരിച്ചിരുന്നു. അങ്ങ് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ പോയ ഹൈലൈറ്റ് മാളിൽ നിന്ന് 34 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താമായിരുന്ന കൊണ്ടോട്ടിയിൽ 4 വയസ്സുള്ള ആദം ഐമൻ എന്ന് പറയുന്ന ഒരു കുട്ടി വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരുന്നു. 25 മിനിറ്റ് യാത്ര ചെയ്യാൻ എത്താൻ പറ്റുന്ന കോഴിക്കോട് കാപ്പാട് 2 വയസ്സുള്ള മാസിൻ എന്ന് പറയുന്ന മറ്റൊരു കുട്ടി ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരുന്നു. മലപ്പുറത്ത് തിരുവാലിയിൽ 2.5 വയസ്സുള്ള അബ്ദുൽ മുഹീൽ എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചിരുന്നു. മലപ്പുറത്തും കോഴിക്കോട് 3 കുഞ്ഞുങ്ങൾ ഇന്നലെ ഈ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചതിന്റെ വാർത്തകൾ പുറത്തു വരുന്ന സമയമാണ് കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി പോയത്. ആ സമയത്താണ് പാലായിലും ആറന്മുളയിലും അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് 15ഓളം, അന്ന് 8 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 5600ഓളം പേരെ 273 ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിക്കാൻ ആറന്മുളയിൽ അബിൻ വർക്കിയും റാന്നിയിൽ നമ്മുടെ പഴകുളം മധുവും അടക്കമുള്ള MLA-മാർ നെട്ടോട്ടമോടുന്നത്. അവിടെയാണ് റവന്യൂ അധികാരികൾ എങ്ങനെയെങ്കിലും ഈ രക്ഷാപ്രവർത്തനം ഒന്ന് കൃത്യമായി ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലായിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പാലായിൽ രക്ഷാപ്രവർത്തനം, അങ്ങ് പൊന്നാനിയിലോ വിരുന്ന് സൽക്കാരം. ഇതാണ് യഥാർത്ഥത്തിൽ അനൗചിത്യത്തിന്റെ ചിത്രം. ഇവിടെയാണ് കൺസേൺ ഉള്ളത്. അവിടെ ഈ തൊട്ടടുത്ത സ്ഥലത്ത് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം ഇതാ: അങ്ങ് ഹൈലൈറ്റ് മാളിൽ പോകുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഈ വീടുകളിൽ പോകാമായിരുന്നു. ഇന്നലെ കണ്ണൂരും കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ മഴയുണ്ടായിരുന്നു എന്നേ സാർ. അങ്ങ് വാടകയ്ക്കെടുത്ത് അങ്ങ് യാത്ര ചെയ്ത ആ ഹെലികോപ്റ്ററിൽ 2-ാം തീയതി അങ്ങ് ജുവലറി ഉദ്ഘാടനത്തിന് പോകുന്നതിന് മുൻപ് അങ്ങ് അതേ ഹെലികോപ്റ്ററിൽ ഈ പറയുന്ന പ്രളയം ബാധിച്ച സ്ഥലങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യണമായിരുന്നു. അവിടെ പ്രളയം ബാധിച്ച മനുഷ്യരെ നിങ്ങൾക്ക് കാണാനോ ക്യാമ്പുകളിലേക്കോ പോകാനോ നിങ്ങൾക്ക് നേരിട്ട് സമയം കിട്ടിയില്ല. പക്ഷേ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാനും ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനും പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ആശങ്കയുണ്ടാവുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഈ അശ്വത്ഥമാഹാത കുഞ്ചര പ്രയോഗമാണ് ഇന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അത് അത്യന്തം നിരാശാജനകമാണ്. കേരളം ഒരു പ്രളയസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെ ക്രൈസിസ് മാനേജരായി നിൽക്കേണ്ട കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ഇതേപോലെ പ്രൈവറ്റ് പരിപാടിക്ക്, സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുകയല്ല വേണ്ടത്, എന്നിട്ട് മാധ്യമങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കേട്ടല്ലോ. ഇനി ഇതിനെ ന്യായീകരിക്കാനും VD സതീശൻ സാറിന്റെ അടിമകളായിട്ടുള്ള കുറെ അന്തം കൊങ്ങികൾ ഇറങ്ങും.